അത് ഒരു കൊടിയ വഞ്ചനയുടെ കഥയാണ്. അത് കേരള ബാങ്കാണ്. കേരള ബാങ്ക് നമ്മളോട് കാണിച്ചത് ചതിയായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യം ഈ ബാങ്കിനെ നമ്മൾ സമീപിച്ചപ്പോൾ നമ്മൾ അനുകൂലമായ നിലപാടാണ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ബാങ്കിൻ്റെ ചെയർമാനും അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും കണ്ണൂരിൽ മീറ്റിംഗ് ചേർന്ന് ഏകദേശം 2 വർഷം മുമ്പാണ്. 2022 സംഭവം ആദ്യം നമ്മൾ ഇതിൻ്റെ മീറ്റിംഗ് ചേരുന്നത്. അപ്പോൾ അതിൻ്റെ ചെയർമാനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും കണ്ണൂർ മീറ്റിംഗ് ചേർന്ന് അവർ നമ്മളെ സൈറ്റും എല്ലാം പരിശോധിച്ച് ഏകദേശം നമുക്ക് ലോൺ തരാൻ തത്വത്തിൽ അവർ അംഗീകരിച്ചു, ലോൺ തരാൻ സമ്മതിച്ചു. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു, അത് ഗവൺമെൻറ് ഗ്യാരണ്ടി തന്നാൽ നിങ്ങൾക്ക് ലോൺ തരാം. ആദ്യത്തെ യോഗ തീരുമാനം അതായിരുന്നു. പക്ഷേ അതിനെ തുടർന്ന് ഗവൺമെൻറ് ഗ്യാരണ്ടിക്ക് ശ്രമിച്ചപ്പോൾ ഗവൺമെൻറ് സാമ്പത്തിക പ്രതിസന്ധിയും ഗ്യാരണ്ടി നിൽക്കുന്ന സംഖ്യ ഗവൺമെൻറ് കടത്തിൻ്റെ പരിധിയിൽ പെടും എന്നൊക്കെ വന്നപ്പോൾ, കേന്ദ്ര ഗവൺമെൻറ് അത്ര ഒരു നിബന്ധന കൊണ്ടുവന്നപ്പോൾ ഗ്യാരണ്ടി നൽകാൻ കുറേ വൈകിയ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിച്ച മുഖ്യമന്ത്രി നോക്കാൻ പറഞ്ഞ അവസാനം മുഖ്യമന്ത്രി ഇടപെട്ട് നമുക്ക് ഗവൺമെൻറ് ഗ്യാരണ്ടി നൽകി. അപ്പോഴൊക്കെ കുറേ ഡിസ്കഷനൊക്കെ വരെ നടക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാരണ്ടി തന്നാൽ നമുക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിന്നത്. ഗ്യാരണ്ടി ബാങ്ക് നൽകുമ്പോൾ ബാങ്ക് പിന്നീട് നിരവധി നിബന്ധനകളാണ് വെച്ചത്. ഓരോ തവണ ഓരോ നിബന്ധന വെച്ചു. പല തവണ ബാങ്കുമായി നമ്മൾ മീറ്റിംഗ് ചേർന്നു. അതിനുവേണ്ടി എത്രയോ സമയവും പണവും നമ്മൾ ചിലവാക്കി. അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കാൻ, അതിൻ്റെ മീറ്റിങ്ങുകൾ ചേരാൻ നിരവധി തവണ 2 വർഷം ഈ ബാങ്ക് ഗ്യാരണ്ടി നിന്നാൽ തരാമെന്ന് പറഞ്ഞ ബാങ്ക് 2 വർഷം ഞങ്ങളെ പല വിധത്തിലും തടസ്സങ്ങളുണ്ടാക്കി. ബാങ്ക് എന്തിനേറെ അതിൻ്റെ പ്രസിഡൻറ്റും ഞാനുമൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ്. അദ്ദേഹം പറഞ്ഞു ഇത് കൊടുത്തിരിക്കണം. ഞങ്ങളുടെ മുമ്പിൽ തന്നെയാണ് വിളിച്ചു പറയുന്നത്, ഇത് കൊടുത്തിരിക്കണം എന്നാണ്. അത്രയും കർശനമായി കേരള ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പ്രസിഡന്റ് പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഈ ഉദ്യോഗസ്ഥന്മാർ അനങ്ങിയില്ല എന്ന് മാത്രമല്ല, പല നിഷേധം ആണ് അവർ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നെഗറ്റീവായിട്ടുള്ള കുറിപ്പുകൾ ഓരോന്നിനും അവർ വിശദീകരണം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ വിശദീകരണം ചോദിച്ച ആ വിശദീകരണങ്ങളെല്ലാം നമ്മൾ സമയത്തിന് നൽകി. 2-3 തവണയായി ബാങ്കിൻ്റെ CEO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായും പ്രസിഡൻറ്റുമായും എല്ലാം ഈ തടസ്സം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഞാൻ തന്നെ നേരിട്ട് ചെന്ന് സംസാരിക്കുകയും ചെയ്തു. അപ്പോഴും നോക്കാം എന്ന നിലയാണ് പറയുക. പ്രസിഡൻ്റാണെങ്കിൽ കൊടുത്തിരിക്കണം എന്ന നിലപാടിലാണ് പ്രസിഡൻ്റ് ഉള്ളത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അവർ നമുക്ക് ബാങ്കിന് ലോൺ നിഷേധിച്ചുകൊണ്ടുള്ള കത്താണ് അവസാനമായി ലഭിച്ചത്. ഇത് കേരള ബാങ്ക് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തോട് ഗവൺമെൻറ് ഗ്യാരണ്ടി ഉണ്ടായിട്ടും കൂടി ലോൺ തരാതെ കാണിച്ചിട്ടുള്ളതൊരു വലിയ ചതിയായിരുന്നു.